IAS, IPS, IFS തസ്തികകളിൽ പിൻവാതിലൂടെ RSSകാരെ നിയമിക്കാനുള്ള സർക്കാരിൻ്റെ ലാറ്ററൽ എൻട്രി എന്ന പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ LJP നേതാവ് ചിരാഗ് പസ്വാനായിരുന്നു താരം. ഇപ്പോഴിതാ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ JDUവിൻ്റെ അഖിലേന്ത്യാ ചീഫ് ജനറൽ സെക്രട്ടറി KC ത്യാഗി പുതിയൊരു ബോംബ് പൊട്ടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഒരു പരസ്യ പ്രസ്താവനയിലൂടെ KC ത്യാഗി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അടിവാരത്തെ പിടിച്ചു കുലുക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അല്ലെങ്കിൽ ഒരു പ്രധാന ചോദ്യം. ഈ ലാറ്ററൽ എൻട്രിയുടെ കാര്യത്തിൽ സർക്കാർ അല്പം ഒന്ന് പിൻവാങ്ങി തൽക്കാലത്തേക്ക് പ്രശ്നം പരിഹരിച്ചു, കണ്ടം വഴി ഓടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതങ്ങനത്തെ ഒരു വിഷയമല്ല. KC ത്യാഗി അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ JDU ഉന്നയിക്കുന്ന ഈ പ്രധാന പ്രശ്നം അത്ര നിസ്സാരമല്ല. കാരണം മോദി സർക്കാരിൻ്റെ വിദേശ നയത്തിൻ്റെ കടക്കൽ തന്നെയാണ് JDU ഈ കോടാലി കൊണ്ട് വെച്ചിരിക്കുന്നത്. വെട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ, കോടാലി അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞു. JDU മാത്രമല്ല, പ്രതിപക്ഷത്തെ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി, ഈ 4 കക്ഷികളുടെ പ്രധാന നേതാക്കളാണ് ഈ ഒരു സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവച്ചിരിക്കുന്നത്. അതായത് ആയുധ സപ്ലൈ നിർത്തണം എന്ന് ആവശ്യപ്പെടുന്ന പ്രസ്താവനയിൽ. ലീഗ് ഓഫ് പാർലമെൻറ്റേറിയൻസ് ഫോർ അൽ ഖുദ് എന്ന് പറയുന്ന ഒരു പാലസ്തീൻ അനുകൂല സംഘടനയുണ്ട്. പാർലമെൻ്ററി രംഗത്ത് പാലസ്തീന് അനുകൂലമായ അഭിപ്രായം ശക്തിപ്പെടുത്തിക്കൊണ്ടുവരിക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക മുതലായ കാര്യങ്ങളിലാണ് ഈ സംഘടന ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. മുഹമ്മദ് മഖ്രം ബലാവി എന്ന് പറയുന്ന ഒരു ജോർദാൻകാരനാണ് ഇതിൻ്റെ ഡയറക്ടർ ജനറൽ. അദ്ദേഹം ഇപ്പോൾ ഇസ്താംബൂൾ, തുർക്കി കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 4 കക്ഷികളുടെ നേതാക്കൾ കഴിഞ്ഞ ദിവസം ഈ ബലാവിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയെ തുടർന്നാണ് നമ്മൾ നേരത്തെ സംസാരിച്ച ഈ സംയുക്ത പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. ഏഷ്യ മിഡിൽ ഈസ്റ്റ് ഫോറം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ് ഈ ബലാവി. അദ്ദേഹവുമായി ഈ കൂടിക്കാഴ്ച ഏർപ്പാട് ചെയ്തവരിൽ പ്രധാനി ഈ KC ത്യാഗിയാണ് എന്നുള്ളതാണ് ഈ സംഭവ വികാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാംഗമായ ജാവേദ് അലി ഖാനും ത്യാഗിയോടൊപ്പം ഉണ്ടായിരുന്നു. അവരാണ് ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികളെ കൂടെ ഈ കൂടിക്കാഴ്ചയിലേക്ക് ക്ഷണിച്ചതും കൊണ്ടുപോയതും ഈ സംഭാഷണം നടത്തുന്നതിന് നേതൃത്വം കൊടുത്തതും. ഈ KC ത്യാഗി എന്ന് പറയുന്ന ആളെ അത്ര നിസ്സാരക്കാരനല്ല. അദ്ദേഹം JDUവിൽ നിതീഷ് കുമാർ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. ആ പാർട്ടിയുടെ ചീഫ് ജനറൽ സെക്രട്ടറിയാണ്. നേരത്തെ പാർലമെൻ്റ് അംഗമായിരുന്നു. ഇപ്പോൾ ആ പാർട്ടിയുടെ ദേശീയ വക്താവും കൂടിയാണ്. നിതീഷ് കുമാർ അറിയാതെ KC ത്യാഗി ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ഏർപ്പാട് ചെയ്യുമെന്നോ അതിലേക്ക് പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിനിധികളെ വിളിക്കുമെന്നോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കുമെന്നോ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നിതീഷ് കുമാർ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. JDU, അതുപോലെ TDP, ചിരാഗ് പസ്വാൻ്റെ LJP മുതലായ കക്ഷികളുടെ പിന്തുണയോടാണ് ഇപ്പോഴത്തെ മോദി സർക്കാർ നിലനിൽക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ കൂടിക്കാഴ്ചയുടെയും സംയുക്ത പ്രസ്താവനയുടെയും പ്രാധാന്യം വർദ്ധിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 7-ന് പലസ്തീനിലെ തീവ്രവാദികളായ ഹമാസ് എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട ആളുകൾ ഇസ്രയേലിൻ്റെ അതിർത്തി കടന്ന് ഇസ്രയേൽക്കാരെ കൂട്ടക്കൊല ചെയ്തു. അതിനെ തുടർന്നാണ് ഗാസയിൽ ഇസ്രയേലിൻ്റെ പ്രത്യാക്രമണം ആരംഭിച്ചത്. ആ സമയത്ത് ഇന്ത്യ എടുത്ത നിലപാട് ഏതാണ്ട് ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുന്ന തരത്തിലുള്ളതായിരുന്നു. പക്ഷേ യുദ്ധം കുറേ നീണ്ടപ്പോൾ ലോക ജനാഭിപ്രായത്തിൽ വന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ സർക്കാരിനും
നയത്തിൽ ചില അല്ലെങ്കിൽ സമീപനത്തിൽ ചില അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വന്നു. ഗാസയിൽ വൻതോതിൽ കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരുമൊക്കെ കൊല്ലപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ UN പോലെയുള്ള രാജ്യാന്തര വേദികളിൽ ഇന്ത്യ എടുത്തൊരു നിലപാടെന്ന് പറയുന്നത് അവിടുത്തെ യുദ്ധം അവസാനിപ്പിക്കണം, ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരണം, അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾക്ക് മനുഷ്യത്വപരമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഇസ്രയേലിനോടുള്ള അടിസ്ഥാനപരമായ നയത്തിൽ അല്ലെങ്കിൽ സമീപനത്തിൽ ഇന്ത്യ യാതൊരു മാറ്റവും വരുത്തിയിരുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ആ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആയുധ വിൽപ്പന അല്ലെങ്കിൽ ആയുധം കയറ്റുമതി സപ്ലൈ ഇപ്പോഴും അഭംഗുരം തുടരുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിലാണ് JDU അടക്കമുള്ള കക്ഷികളുടെ സംയുക്ത പ്രസ്താവന വന്നിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് ഈ മധ്യേഷ്യ പ്രശ്നത്തിൽ പാലസ്തീന് അനുകൂലമായ ഒരു നിലപാടാണ് എന്നും ഇന്ത്യ സ്വീകരിച്ച് പോന്നിരുന്നത്. പിന്നീട് BJPയുടെ സർക്കാർ വന്നപ്പോഴാണ് ആ അടിസ്ഥാനപരമായ നയത്തിൽ തന്നെ കാര്യമായ മാറ്റം ഉണ്ടായത്. അത് നമുക്കറിയാവുന്നതുപോലെ BJP അനുവർത്തിച്ചു പോരുന്ന ഒരു മുസ്ലിം വിരുദ്ധ സമീപനത്തിൻ്റെ ഫലമായിട്ടായിരുന്നു താനും. 1999 കാർഗിൽ യുദ്ധം നടന്നപ്പോൾ നമ്മെ സൈനികമായി സഹായിച്ച ഒരു രാജ്യം അല്ലെങ്കിൽ ആയുധങ്ങൾ തന്ന് സഹായിച്ചത് ഇസ്രയേലായിരുന്നു. അന്നു മുതൽ നമ്മുടെ രാജ്യവും ഇസ്രയേലും തമ്മിൽ സൈനികമായ സഹകരണം അങ്ങനെ ശക്തിപ്പെട്ട് വരികയായിരുന്നു. 2021 ഈ രണ്ട് രാജ്യങ്ങളിലെയും ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷനുകൾ തമ്മിൽ അല്ലെങ്കിൽ സൈനിക രംഗത്ത് ഗവേഷണം നടത്തുന്ന ഇന്ത്യയുടെയും ഇസ്രയേലിൻ്റെയും സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു സഹകരണ കരാർ ഒപ്പുവെച്ചു. 2017 നമ്മുടെ പ്രധാനമന്ത്രി മോദി ഇസ്രയേൽ സന്ദർശിക്കുകയും ചെയ്തു. അതോടെ ആ രാജ്യവുമായുള്ള നമ്മുടെ സുഹൃത്ത് ബന്ധം കൂടുതൽ ദൃഢതരമായി. പ്രതിരോധം, ആൻറ്റി ടെററിസം, കൃഷി, അതുപോലെ തന്നെ ജലവിഭവം, ഈ 4 മേഖലകളിലാണ് ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ വളരെ ശക്തമായ സഹകരണ കരാറുകൾ ഉള്ളത്. ഇന്ത്യ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. ഇതിലേറ്റവും രസകരമായ കാര്യം ഒരു അദാനി കണക്ഷനാണ്. അതത്ര നിസ്സാരമായ ഒന്നല്ല, വളരെ ശക്തമായ ഒരു ബന്ധമാണ്. ഇസ്രയേലിലെ ഏറ്റവും പ്രമുഖ ആയുധ നിർമ്മാണ സ്ഥാപനമാണ് എൽബിറ്റ് എന്ന് പറയുന്നത്. ഈ എൽബിറ്റും നമ്മുടെ അദാനി ഗ്രൂപ്പും തമ്മിൽ ഒരു സംയുക്ത സംരംഭം ആയുധ നിർമ്മാണ മേഖലയിലുണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് പൈലറ്റ് ഇല്ലാതെ തന്നെ പറപ്പിക്കാൻ കഴിയുന്ന വിമാനങ്ങൾ, അതുപോലെ മിസൈലുകൾ വഹിച്ചുകൊണ്ട് പറക്കുന്ന ഡ്രോണുകൾ, ശത്രുരാജ്യത്തു നിന്ന് അത്തരം ഡ്രോണുകൾ വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന മറു ഡ്രോണുകൾ, ഇതൊക്കെയാണ് ആ ഗുജറാത്തിലെ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. മോദിയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം എൽബിറ്റുമായിട്ടുള്ള ഒരു സംയുക്ത സംരംഭം ഗുജറാത്തിൽ വന്നത്. സംയുക്ത സംരംഭം എന്ന് പറയുമ്പോൾ അവർക്ക് 49% ഓഹരി പങ്കാളിത്തമുള്ള ഒരു ഏർപ്പാടാണ്, അല്ലാതെ 10, 15, 20% ഓഹരികളല്ല. അതുമാത്രമല്ല, ഈ എൽബിറ്റിൻ്റെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലെ അദാനി ഹൗസിലാണ്. അത്രയ്ക്ക് വിപുലമായ ഒരു ആയുധ നിർമ്മാണ സ്ഥാപനമാണ് ഈ അദാനി എൽബിറ്റ് എന്ന് പറയുന്നത്. ഈ ഗുജറാത്തിലെ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇസ്രയേലിലേക്ക് നൽകുന്നത്. കഴിഞ്ഞ മെയ്യിൽ ചെന്നൈ തുറമുഖത്ത് നിന്ന് ഇസ്രയേലിലേക്കുള്ള ആയുധങ്ങളും വഹിച്ചുകൊണ്ടുള്ളൊരു കപ്പൽ പുറപ്പെട്ടു. അത് സ്പെയിനിലെ കാർത്തജീന എന്ന് പറയുന്ന തുറമുഖത്ത് അടുക്കാൻ ശ്രമിച്ചു, അതിന് അനുമതി ചോദിച്ചു. പക്ഷേ സ്പെയിൻ ഗവൺമെൻറ് അതിന് അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. 27 ടൺ മാരക സ്ഫോടന ശേഷിയുള്ള ആയുധങ്ങളാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ആയുധങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സപ്ലയേഴ്സിൽ ഒരാൾ റഷ്യയാണ്. അപ്പോൾ റഷ്യയോടുള്ള നമ്മുടെ ആശ്രയത്വം
ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നാം ഇസ്രയേലുമായിട്ട് ഈ ആയുധ വാങ്ങൽ വിൽപ്പന കരാറിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മൾ ഇസ്രയേലിൽ നിന്ന് 2.9 ബില്യൺ അമേരിക്കൻ ഡോളർ വില വരുന്ന ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള കണക്ക്. കഴിഞ്ഞ മെയ് വരെ ഗാസയിൽ 41,000 ആളുകൾ മരിച്ചു എന്നാണ് കണക്ക്. ഇതിൽ ഈ വെസ്റ്റ് ബാങ്കിൽ മരിച്ച ഏതാണ്ട് 1,500-1,500ഓളം പേരും ഉൾപ്പെടുന്നുണ്ട്. അതേസമയം ഇസ്രയേലിൽ അവർക്കുണ്ടായ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് വെറും 642 മാത്രമാണ്. ഈ ഇസ്രയേൽ അധിനിവേശത്തെ അതിശക്തമായ ഭാഷയിലാണ് നമ്മുടെ KC ത്യാഗിയും മറ്റും ഒപ്പിട്ട ഈ പ്രസ്താവനയിൽ പറയുന്നത്. അതായത് അതിക്രൂരമായ സിയോണിസ്റ്റ് കൂട്ടക്കൊല, അമ്മാതിരിയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇസ്രയേലിൻ്റെ ഏറ്റവും കടുത്ത ശത്രുക്കളാണ് ഈ സിയോണിസ്റ്റ് ക്രൂരത എന്നതുപോലെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞത് KC ത്യാഗി അടക്കമുള്ള ആളുകൾ ഒപ്പിട്ട ഈ പ്രസ്താവനയിൽ അതിശക്തമായ ഭാഷയിലാണ് ഇന്ത്യ സർക്കാരിനോട് ആയുധ സപ്ലൈ നിർത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഡാനിഷ് അലി, മീം അഫ്സൽ എന്നീ 2 പേരാണ് ഈ പ്രസ്താവനയിൽ കോൺഗ്രസിന് വേണ്ടി ഒപ്പിട്ടിരിക്കുന്നത്. ഈ പ്രസ്താവന ഒപ്പുവെച്ചതിന് ശേഷം KC ത്യാഗി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ജനതാ പാർട്ടി രൂപം കൊണ്ട അന്നു മുതൽ ആ പാർട്ടി ഈ മധ്യേഷ്യ പ്രശ്നത്തിൽ പലസ്തീന് അനുകൂലമായ നിലപാടാണ് എടുത്തിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ പാർട്ടി പിളർന്ന് ഉണ്ടായതാണല്ലോ ഈ JDU എന്ന് പറയുന്നത്. JDUവിൻ്റെ ആരംഭകാലം മുതലും ഇതേ നയം തന്നെയാണ് സ്വീകരിച്ചിരുന്നത് എന്ന് KC ത്യാഗി അടിവരയിട്ട് പറയുന്നുണ്ട്. ആ വാക്കുകൾക്ക് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഇത് JDUവിൻ്റെ അടിസ്ഥാനപരമായ നയമാണ്. അതനുസരിച്ചാണ് ഞങ്ങൾ ഈ പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കുന്നത് എന്ന് ഇന്ത്യയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ജനതാ പാർട്ടിയുടെയും JDUവിൻ്റെയും നയം സംബന്ധിച്ച പുരാവൃത്തം ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോൾ JDU ഈ ആവശ്യം മുന്നോട്ട് വെച്ചു. മറ്റു 3 കക്ഷികളുടെ പ്രതിപക്ഷത്തു നിന്നുള്ളതാണ്, അതവിടെ നിൽക്കട്ടെ. JDU മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ആവശ്യം നാളെ ശക്തമാവുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും NDAയിലെ പാർട്ടി ബന്ധങ്ങളെ ബാധിക്കുക, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പ്രസ്താവനയിൽ ഒപ്പുവെച്ച മറ്റു 3 പാർട്ടികളുടെ പ്രതിപക്ഷത്തുള്ളതാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ JDUവിൻ്റെ സാന്നിധ്യമാണ് ഈ പ്രസ്താവനയെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത്. ഇപ്പോൾ TDP, അതുപോലെ തന്നെ ചിരാഗ് പസ്വാൻ്റെ LJP, ഇവർക്കാർക്കും ഈ ഒരു ആവശ്യം JDU ശക്തമായിട്ട് ഉന്നയിച്ചാൽ അവരെ പിന്താങ്ങാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ പാർട്ടികളെയൊക്കെ പിന്താങ്ങുന്ന ജനസമൂഹത്തിൽ മുസ്ലിങ്ങൾക്കൊരു വലിയ പ്രാധാന്യമാണുള്ളത്. പ്രത്യേകിച്ച് JDUവിന്, TDPക്ക്. LJP അടിസ്ഥാനപരമായിട്ടൊരു ദളിത് പാർട്ടിയാണ് എന്ന് പറയാം. പക്ഷേ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന മുസ്ലിങ്ങളുടെ പിന്തുണയും ആ പാർട്ടിക്കുണ്ട്. നേരത്തെ പസ്വാൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ട് എന്ന കാര്യം സംശയമില്ലാത്ത ഒന്നാണ്. അപ്പോൾ ഈ വിഷയം NDAയിൽ നാളെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുമ്പോൾ അങ്ങനെ മാറാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ വിദേശ നയത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി. അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മളീ പറഞ്ഞ BJP ഇതര കക്ഷികൾ എവിടെ നിൽക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നാളെ വളർന്ന് NDAയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് മാറിയേക്കാം. ഇപ്പോൾ ഈ ലാറ്ററൽ എൻട്രിയൊക്കെ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്ത് അത് നടപ്പാക്കാൻ വന്നപ്പോൾ ഉണ്ടായ എതിർപ്പാണ്. ഇത് വ്യത്യസ്തമാണ്. ഇത് JDU ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എടുത്ത് മുന്നോട്ട് വച്ചിരിക്കുക, അത് ഉന്നയിച്ചിരിക്കുകയാണ്. ആ ആവശ്യത്തിൻ്റെ കൂടെ ഏറ്റവും ശക്തമായിട്ട് നിൽക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് ഏതേത് തരത്തിലും വികസിച്ചു വരും എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ NDAയുടെ കെട്ടുറപ്പ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ സർക്കാരിന് പെട്ടെന്ന് ഈ ലാറ്ററൽ എൻട്രിയുടെ കാര്യത്തിൽ ഉണ്ടായതുപോലെ പിന്മാറി പോകാനായിട്ട് സാധിക്കില്ല. അതിൽ ഒന്നാമത്തെ ഒരു ഘടകം ഈ അദാനിയുടെ സാന്നിധ്യം തന്നെയാണ്. ഇസ്രയേലിന് ആയുധം നൽകേണ്ടെന്ന് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഇസ്രയേലുമായി സൈനിക സഹകരണം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അദാനിയുടെ കച്ചവടം പൂട്ടിപ്പോവും.
അദാനിയും എൽബിറ്റും തമ്മിലുള്ള ഈ ജോയിൻറ്റ് വെഞ്ചർ അതിൻ്റെ ഭാവി വളരെ അപകടത്തിലാകും. അതുമാത്രമല്ല, ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങളുമുണ്ട്. നമുക്ക് റഷ്യയേക്കാൾ കൂടുതൽ ആദായകരമായ തരത്തിൽ ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ ലഭിക്കുമെങ്കിൽ നമുക്ക് ആയുധങ്ങൾ വേണം. അത് ഇസ്രയേലിൽ നിന്ന് ലഭിക്കുമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആയുധം വാങ്ങുന്ന ഏർപ്പാട് നിർത്താനും സാധിക്കില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രയേലിനെ അങ്ങനെ തള്ളി പറയുക അത്ര എളുപ്പമല്ല. കാരണം അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ പോലും നാളെ ദോഷകരമായി ബാധിക്കാവുന്ന ഒന്നാവും. വാസ്തവത്തിൽ JDU ഒരു ചെറിയ ബോംബല്ല പൊട്ടിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാവുന്ന ഒന്നാണത്. അതെങ്ങനെ വളർന്ന് വികസിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാൻ സാധിക്കും.